മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് 2025 ഓഗസ്റ്റ് 16 ശനിയാഴ്ച വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ഇറാനിലും ഇസ്രായേലിലുമൊക്കെ കുടുങ്ങി നിൽക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത്, അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷിക ദിനമായ 2025 ജൂൺ 25 ഏത് ദിനമായാണ് കേന്ദ്ര സർക്കാർ ആചരിച്ചത്? ഭരണഘടനാ ഹത്യാ ദിനം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരോടൊന്നും ആലോചിക്കാതെ ഫക്രുദ്ദീൻ അലിയുമായി ചേർന്നിട്ടായിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. തുടർന്ന് 2 വർഷത്തോളം പൗരന്മാരുടെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു. യാതൊരു കാരണവുമില്ലാതെ ആളുകളെ ജയിലിലും തടവിലൊക്കെ പാർപ്പിച്ചിരുന്നു. ഒരു ഏകാധിപത്യ മനോഭാവമായിരുന്നു ഇന്ദിരാഗാന്ധി കാണിച്ചത്. ഇതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേർഡർ ഡേ അഥവാ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, വനമുനി എന്നറിയപ്പെട്ട വനം വന്യജീവി സംരക്ഷക പ്രവർത്തകൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മാരുതി ചിദംപള്ളി. മഹാരാഷ്ട്രയിലെ ഫോറസ്റ്റ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. അതുപോലെ 25 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ 13 ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യ വൈദ്യുത യാത്രാ വിമാനം US-ൽ വിജയകരമായി സർവീസ് നടത്തി. വിമാനത്തിൻ്റെ പേര് ആലിയ CX-300 എന്നാണ്. 4 യാത്രക്കാരെ വഹിച്ചുകൊണ്ടാണ് വിമാനം പറന്നത്. ഈസ്റ്റ് ഹോപ്ടണിൽ നിന്നും ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിലേക്കാണ് 4 യാത്രക്കാരുമായിട്ട് ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്ര നടത്തിയത്. വെറും $8, അതായത് ഒരു ഏകദേശം 700 രൂപ മാത്രമായിരുന്നു ഇതിൻ്റെ ചിലവ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ഏത് സാഹിത്യ പുരസ്കാരമാണ് അടുത്തിടെ നിർത്തിയത്? JCB സാഹിത്യ പുരസ്കാരം. അവസാനമായി ലഭിച്ചത് 2024 ഉപമന്യു ചാറ്റർജിക്കായിരുന്നു. 2018 ഇത് ആരംഭിച്ചത്. പുരസ്കാര ജേതാക്കൾക്ക് 25 ലക്ഷം രൂപയും അതുപോലെ പരിഭാഷകർക്ക് 10 ലക്ഷം രൂപയുമായിരുന്നു സമ്മാനത്തുക. ഇംഗ്ലീഷിലുള്ള കൃതികൾക്കോ അതല്ലാതെ ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷകൾക്കുമാണ് പുരസ്കാരം ലഭിച്ചിരുന്നത്. മലയാളത്തിൽ നിന്നും ബെന്യാമൻ, ഹരീഷ്, മുകുന്ദൻ എന്നിവർക്കെല്ലാം പുരസ്കാരം നേടിയിട്ടുണ്ട്. കൃത്യമായ കാരണം ഇതിന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്നാണ് JCB പുരസ്കാരവും നിർത്തലാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഏത് ആഫ്രിക്കൻ രാജ്യമാണ് പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയുമാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. US-ൻ്റെ മധ്യസ്ഥതയിൽ വാഷിങ്ടണിലായിരുന്നു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത്, 2021, 2022, 23 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാക്കൾ. 2021 KG പരമേശ്വരൻ നായർ, 2022 ഏഴാഞ്ചേരി രാമചന്ദ്രൻ, 2023 N അശോകൻ. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. നെക്സ്റ്റ്, ബെസ്റ്റ് സെല്ലർ എഴുത്തുകാരായ ജെഫ്രി ആർച്ചറിൻ്റെയും അമിഷ് ത്രിപാഠിയുടെയും പേരുള്ള പ്രഥമ IGF ആർച്ചർ അമിഷ് സ്റ്റോറീസ് ടെല്ലേഴ്സ് പുരസ്കാരത്തിന് അർഹയായത് ഇന്ത്യൻ എഴുത്തുകാരിയായ ഡോക്ടർ ശാലിനി മുള്ളിയാണ്. ദ വേ ഹോം എന്ന നോവലിനാണ് പുരസ്കാരം. ഏകദേശം 21 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഡൽഹി സ്വദേശിയായ ഇവർ ശ്വാസകോശ വിദഗ്ധയാണ്. അടുത്തത്, ജൂൺ 18 അന്തരിച്ച PJ ഫ്രാൻസിസ് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളം മണ്ഡലത്തിൽ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത്? VS അച്യുതാനന്ദനുമായി മത്സരിച്ച് വിജയം നേടിയിട്ടാണ് അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നത്. അടുത്തത്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും അർഹനായത് അഖിൽ P. ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം. അതുപോലെ ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടത്ത്. കുട്ടികളുടെ നോവൽ വിഭാഗത്തിൽ രചിക്കപ്പെട്ട പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവലിനാണ് പുരസ്കാരം ശ്രീജിത്ത് മുത്തേടത്തിന് ലഭിച്ചത്. അതായത് ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മുത്തേടത്തും യുവ സാഹിത്യ പുരസ്കാരം അഖിൽ P. ധർമ്മജനുമാണ്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. 23 ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾക്കാണ് അവാർഡുകൾ ലഭിക്കുന്നത്. അടുത്തത്,
അടുത്തത് നടൻ മോഹൻലാലിനെ ഏതു രാജ്യത്തെ പാർലമെൻറ്റാണ് അടുത്തിടെ ആദരിച്ചത്? ശ്രീലങ്കൻ ഗവൺമെൻറ്റാണ് നടൻ മോഹൻലാലിനെ ആദരിച്ചത്. അദ്ദേഹം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ മൂവിയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ശ്രീലങ്കയിൽ എത്തിയത്. അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കറായ റിസ്വി സ്വാലിഹിൻ്റെ സ്വീകരണം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തുകയും പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു സഭ അദ്ദേഹത്തെ ആദരിച്ചത്. ഇതിൻ്റെ വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാന നൊബേൽ സമ്മാനത്തിന് ഔദ്യോഗികമായി ശുപാർശ ചെയ്ത രാജ്യം? പാകിസ്ഥാനായിരുന്നു ട്രംപിനെ സമാധാന നൊബേലിലേക്ക് ശുപാർശ ചെയ്തിരുന്നത്, പാകിസ്ഥാൻ. എന്നാൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ US പിന്തുണച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാനിലെ സാമൂഹിക നേതാക്കളെ ഈ ശുപാർശ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ്, 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 യോഗാ നയം, ആ ദിനത്തിൽ യോഗാ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സംസ്ഥാനത്തെ യോഗ ധ്യാന കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനായി 10 ലക്ഷം രൂപ വരെ ഗ്രാൻഡും നൽകുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് 2025 ജൂണിൽ നടന്നത്? 113ാമത്തെ സമ്മേളനമായിരുന്നു 2025 ജൂണിൽ നടന്നത്. ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനം നടന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വേൾഡ് ഇക്കണോമിക്സ് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 2024 63ാം സ്ഥാനത്തായിരുന്നു. അത് വീണ്ടും പിന്നിലോട്ട് പോയി 71ാം സ്ഥാനത്തിലേക്ക് ഇന്ത്യ മാറി. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 2025 71ാം സ്ഥാനം. 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് സ്വീഡനാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് കോങ്കോയുമാണ്. നെക്സ്റ്റ്, വിംബിൾട്ടൺ ടെന്നീസിൽ പുരുഷ വനിതാ കിരീടങ്ങൾ നേടിയവർ. പുരുഷ വിഭാഗത്തിൽ ഇറ്റലിക്കാരനായ യാനിക് സിന്നറാണ് ജേതാവായത്. അതുപോലെ വനിതാ വിഭാഗത്തിൽ പോളണ്ടുകാരിയായ ഇഗ സ്വിയാടെക്. പുതിയ രീതിയിൽ നടത്തിയ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് ഇംഗ്ലീഷ് ക്ലബ് ചെൽസിയാണ്. ഫൈനലിൽ ഫ്രഞ്ച് ക്ലബ് PSG തോൽപ്പിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസി വിജയം നേടിയത്.